നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 4ാം ദിവസവും യുദ്ധം തുടരുകയാണ്. ലോക മനസാക്ഷിയെ നടുക്കി കൺമുന്നിൽ വീണ്ടും ഒരു യുദ്ധം നടക്കുമ്പോൾ ഏറെ ഭയാനകമായ കാഴ്ചകളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. ഏതോ ഒരു രാജ്യത്തെ ഏതോ ഒരു രാജ്യം ബോംബിടുന്നു, ഏതോ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു എന്ന മനോഭാവമാണ് പലർക്കുമുള്ളത്. പലരും അത് കണ്ടില്ലെന്ന് നടിക്കുന്നു, പലരും അത് എന്തെന്ന് അറിയാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്നാൽ ഓർക്കുക, യുദ്ധമെന്നത് മാനവരാശിയെ തന്നെ തുടച്ചു നീക്കാൻ കെൽപ്പുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കാനായില്ലെങ്കിലും ഇതൊക്കെയും കണ്ടില്ലെന്ന് നടിക്കരുത് എന്നതാണ്. ഇത് തന്നെയാണ് ഗൾഫ് രാഷ്ട്രത്തിലെ നേതാവും കാണിച്ചു തരുന്നത്. ഉക്രൈനിലുള്ള ജനങ്ങൾക്ക് സഹായഹസ്തവുമായി കുവൈറ്റ് സുൽത്താൻ രംഗത്തെത്തിയിരിക്കുന്നു. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ദുരിതത്തിലായ ജനതയ്ക്ക് ഉക്രൈനിലെ തന്റെ അപ്പാർട്ട്മെന്റും ഭക്ഷണ സാധനങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കുവൈറ്റ് സുൽത്താൻ ഫൈസൽ അൽ സബീഹ്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തോളമായി സുൽത്താൻ ഉക്രൈനിൽ സന്ദർശിക്കുന്നുണ്ട്. ഉക്രൈനി സ്ത്രീകളെ വിവാഹം ചെയ്ത ഡസൺ കണക്കിന് കുവൈറ്റ് പൗരന്മാരുണ്ട്. വ്യാപാരത്തിന് വേണ്ടി ഉക്രൈനിലേക്ക് പോകുന്ന ധാരാളം പേരുണ്ട്. യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന് പ്രത്യാശയോടെ സുൽത്താൻ പറയുകയുണ്ടായി. ഇതുകൂടാതെ ഒരാഴ്ച മുൻപാണ് യുക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയെന്ന് സുൽത്താൻ അൽ റായിയോട് പറഞ്ഞു. യുക്രൈനിലെ ഭൂരിഭാഗം കുവൈറ്റുകളും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്തേക്ക് തിരികെ എത്തിയതായി കരുതുന്നു. ഉക്രൈനിലായിരുന്നപ്പോൾ കാര്യങ്ങളെല്ലാം സാധാരണ നിലയിലായിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉക്രൈനികൾ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിനോദസഞ്ചാരത്തിനായി ഉക്രൈനിലേക്ക് പോയ തന്റെ ആദ്യ സന്ദർശനമാണിതെന്നും ബെൻ യൂസഫ് പറഞ്ഞു. കാര്യങ്ങൾ ശാന്തമായതിനു ശേഷം വീണ്ടും പോകാൻ താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.